എനിക്ക് നമ്മുടെ മെലാഞ്ചിലേക്ക് കുറച്ച് സ്റ്റാഫ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് ഒന്ന് സെയിൽസിലേക്കും 2 ഫാഷൻ ഡിസൈനേഴ്സിനെയാണ്. സെയിൽസിൽ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് റണ്ണിങ് ഫാബ്രിക്സിൽ വേണം. അത്യാവശ്യം തുണി ഫോൾഡ് ചെയ്യാനും കട്ട് ചെയ്യാനും സ്കെയിൽ പിടിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം, അത്ര തന്നെ. അല്ല ഫ്രഷർ ആണെങ്കിലും നമുക്കത് എടുക്കാൻ പറ്റും. പണി അറിയില്ല, അല്ലെങ്കിൽ ഇനി അത് ചെയ്യണം ഇത് ചെയ്യണം, ഇതൊന്നും ടെൻഷൻ അടിക്കണ്ട. പണി അറിയാവുന്നവൻ്റെ കൂടെ നിർത്തി പണി പഠിപ്പിച്ചെടുക്കുക. ആകെ എനിക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ എനിക്കത് നന്നായി ചെയ്തു തരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 ഫാഷൻ ഡിസൈനേഴ്സ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഓപ്പർച്യൂണിറ്റി. അതൊരു 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ മെലാഞ്ചിൽ ഫാഷൻ ഡിസൈനറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രഷേഴ്സിനെ എടുക്കുന്നില്ല ഇപ്പോൾ നിലവിൽ, ഫ്യൂച്ചറിൽ എടുക്കുമ്പോൾ പറയാം. ഈ ക്ലിയറായിട്ട് ഒന്ന് ക്ലിയർ ആക്കുന്നു, ഫാഷൻ ഡിസൈനേഴ്സിനെ നമ്മൾ സ്ഥാപനത്തിലേക്ക് എടുക്കുന്ന ഒരിക്കലും കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആ ഒരു സപ്പോർട്ട് കൊടുക്കാനല്ല. അത് ക്ലിയറാണ്. എല്ലാവർക്കും അറിയാം, ഒരു കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് മെലാഞ്ചിൽ എന്താണെന്ന് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. മെലാഞ്ച് 100% കളർ കസ്റ്റമൈസേഷനും അതുപോലെ ഡിസൈനേഴ്സിനും ബൊട്ടീക്സിനും B2C കസ്റ്റമേഴ്സും റീറ്റെയിൽ കസ്റ്റമേഴ്സിനും എല്ലാം ഫാബ്രിക് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ഫാബ്രിക് സെയിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡിസൈനേഴ്സിനെ വെക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി അതിലേക്ക് മെലാഞ്ച് എന്താണെന്ന് നോക്കി ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം വേണം അത് അപ്ലൈ ചെയ്യാനോ അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം. കാരണം വേറെ ഈ ബൊട്ടീക്സിലോ അല്ലെങ്കിൽ ഡിസൈനിങ് യൂണിറ്റ്സിലോ റെഡിമെയ്ഡ് യൂണിറ്റ്സിലൊക്കെ വർക്ക് ചെയ്ത നല്ല ഡിസൈനേഴ്സ് ഉണ്ട്. അവർക്കൊന്നും അധികം മെലാഞ്ചിൽ വന്നൊന്നും ചെയ്യാനില്ല. നമുക്ക് വേണ്ടത് ഡിസൈനറിൻ്റെ ഭാഗത്തുനിന്ന് മെലാഞ്ചിലേക്ക് കസ്റ്റമേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനും ഫാബ്രിക് ക്ലോത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെ നല്ല കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുതന്നെയാണ് മെലാഞ്ചിൽ പ്രീമിയം ഫാബ്രിക്സ് ഉണ്ട്. ഈ ഫാബ്രിക്സ് സെല്ല് ചെയ്യണമെങ്കിലോ കളർ കസ്റ്റം ചെയ്യണമെങ്കിലോ ഈ ഫാബ്രിക്കിനെ കുറിച്ച് അറിയാത്തവർക്ക് ഒരിക്കലും ഈ ഫാബ്രിക് സെല്ല് ചെയ്യാൻ സാധിക്കില്ല. ആ കസ്റ്റമറിനെ അത് ഏത് ഫാബ്രിക്കിൽ ഏതെല്ലാം കളർ പിടിക്കും, ഈ ഡിസൈൻ ആപ്റ്റാണോ, കളർ കസ്റ്റമറിന് ചേരുമോ എന്നില്ല, കളർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാബ്രിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വറീസിനെ എല്ലാം ഫുൾഫില്ല് ചെയ്യാൻ പാകത്തിന് ഒരു എനിക്കത് സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോളുക, അത് ക്ലിയർ ചെയ്യുക. അല്ല ഞങ്ങൾക്കത് പഠിക്കണം, ഞങ്ങൾക്കത് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, വർക്കിംഗ് എക്സ്പീരിയൻസ് ഒരു 2-3 ഇയേഴ്സ് ഡിസൈനർ ഫാഷൻ ഡിസൈനർ എന്നുള്ള രീതിയിലുണ്ട് എങ്കിലും നമുക്കത് അപ്ലൈ ചെയ്യാം. ബാക്കിയെല്ലാം നമുക്കിവിടെ വന്ന് പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 രീതിയിലാണ്, 2 കാറ്റഗറിയിലാണ്, ഒന്ന് സെയിൽസിൽ, ഒന്ന് ഫാഷൻ ഡിസൈനർ. സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഉള്ളവർ ഒരു മിനിമം 2 ഇയർ പ്ലസ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാത്തവർക്ക് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. ഫാഷൻ ഡിസൈനിങ്ങിൽ മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.